ഹായ് എവരിവൺ, ഐ ആം ഡോക്ടർ ദേവിക ജോബി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഫോൾ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. പലപ്പോഴും ആൾക്കാർ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നതാണ്, ഡോക്ടറെ എൻ്റെ മുടി ഒരുപാട് പൊഴിയുന്നുണ്ട്, എൻ്റെ മുടി വേരോടുകൂടിയാണ് വരുന്നത്, അത് കാണുമ്പോൾ പേടിയാവുന്നു എന്നൊക്കെ. ശരിക്കും ഈ ഒരു കണ്ടീഷൻ പേടിക്കേണ്ടതാണോ? എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ട രീതിയിൽ ഒരു ഹെയർ ഫോൾ മാറുന്നത്? അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരാനാണ് ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഹെയറിൻ്റെ ഗ്രോത്തിനെ 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആനജൻ ഫേസ്, കാറ്റജൻ ഫേസ്, ടീലജൻ ഫേസ്. ആനജൻ ഫേസ് എന്ന് പറയുന്നതാണ് ഗ്രോത്ത് ഫേസ്. കാറ്റജൻ ഫേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഇല്ലാതെ ഒരു ഡോർമെൻറ്റ് സ്റ്റേജിൽ നമ്മുടെ ഹെയർ പോകുന്നു. ഏറ്റവും അവസാനത്തെ ടീലജൻ ഫേസിലാണ് റെസ്റ്റിംഗ് ഫേസ്, അതായത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള നമ്മുടെ ഹെയർ പൊഴിഞ്ഞു പോകാൻ തയ്യാറെടുക്കുന്ന ഫേസ്. അപ്പം ഈ 3 ഒരു ഫേസസിലൂടെ കടന്നു പോകുന്ന സർക്കിൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ആനജൻ ഫേസിലാണ് നമ്മുടെ മുടി പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ പേടിക്കുന്ന തരത്തിലുള്ള, അതായത് ഇപ്പോഴും റൂട്ടിൽ നിന്നും മുടി പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെയറിൻ്റെ അടിയിൽ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്ത ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ബൾബി ഏരിയ കാണുമ്പോൾ നമ്മളത് തെറ്റിദ്ധരിക്കുന്നു അത് റൂട്ടാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ആനജൻ ഫേസിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു മുടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ ആണെങ്കിൽ, ടീലജൻ ഫേസിൽ പൊഴിഞ്ഞു പോകുന്ന മുടിയിലാണ്, അതായത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു മുടിയിലായിരിക്കും ഈ ഒരു ഡീ പിഗ്മെൻറ്റേഷൻ, അതായത് ഏറ്റവും ഹെയർ സ്ട്രാൻഡിൻ്റെ ഏറ്റവും അവസാനം ഒരു വൈറ്റിഷ് ഒരു ബൾബി പോർഷൻ ഉണ്ടാവുക. അത് നാച്ചുറലി പൊഴിഞ്ഞു പോകേണ്ട സമയത്ത് പൊഴിഞ്ഞു പോകുന്ന ഒരു മുടിയാണ്. അതിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം എന്താണ് മുടി കൊഴിച്ചിൽ, ഏത് സമയത്താണ് മുടി കൊഴിച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ദിവസം സാധാരണമായി ടീലജൻ ഫേസിലുള്ള ഒരു 100 മുടി വരെ പൊഴിയാം. എന്നാൽ അതിനപ്പുറം ഈ ഒരു മുടി പൊഴിയുകയാണ്, അതായത് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു മുടി പൊഴിഞ്ഞു പോകുന്നതായി നമുക്ക് തോന്നുകയും നമ്മുടെ തലമുടിയുടെ ഉള്ളു വിസിബിളി കുറയുന്നതായിട്ട് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും നമ്മൾ കൺസേൺഡ് ആണ്, ഹെയർ ഫോൾ കൺസേൺഡ് ആവേണ്ട കണ്ടീഷനാണ്, ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് തുടങ്ങേണ്ട കണ്ടീഷനാണ്. എന്നാൽ ഒരു 100 മുടിയെ പൊഴിയുന്നുള്ളൂ, അത് പോകുന്നതിൽ കൂടുതലും ടീലജൻ ഫേസിലുള്ള ഈ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചറുള്ള മുടിയാണെങ്കിൽ നിങ്ങൾ അധികം പേടിക്കേണ്ട കാര്യമില്ല. ഹെയർ ഫോളിനെ നമുക്ക് ജനറലി 2 കാറ്റഗറൈസ് ചെയ്യാം. ആനജൻ എഫ്ലൂയം എന്നും ടീലജൻ എഫ്ലൂയം എന്നും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീലജൻ എന്ന് പറയുന്ന ഫേസിൽ മുടി വളർച്ച എത്തിയതിന് ശേഷം മുടി കൊഴിഞ്ഞ് അടുത്ത മുടി ഗ്രോത്തിന് വേണ്ടിയിട്ട് പഴയ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണല്ലോ. അപ്പോൾ ടീലജൻ എഫ്ലൂയം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള മുടിയെല്ലാം പൊഴിഞ്ഞ് കൂടുതലായി പോയിട്ട് പകരം പുതിയ മുടി വളരാതിരിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ തിന്നാവുന്ന പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകുന്ന ഹെയർ ഫോളിനെ ഈ കാറ്റഗറിയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ ഈ ടീലജൻ എഫ്ലൂയം വരുന്നത് പലപ്പോഴും ശരീരത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതേപോലെ തൈറോയിഡൽ കണ്ടീഷൻസിൽ വരുന്ന വേരിയേഷൻസ്, ചില പനികളൊക്കെ നമുക്ക് വരുമ്പോഴുണ്ടാകുന്ന മുടി പൊഴിച്ചിൽ, ഇങ്ങനെയുള്ള കണ്ടീഷനെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം മെഡിസിൻ കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കണ്ടീഷനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പുതിയ മുടി ഒരുപാട് വളരുന്ന രീതിയിൽ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും നമ്മൾ മെഡിസിൻസ് സപ്ലിമെൻറ്റ് ചെയ്യും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആനജൻ എഫ്ലൂയമാണ്. അതൊരു കുറച്ചുകൂടെ സീരിയസ് കണ്ടീഷനാണ്. അതായത് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുന്ന കണ്ടീഷനിൽ ഇരിക്കുന്ന ഹെയറുകൾ ഒരുപാട് ഫോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഹെയർ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ മെയിനായിട്ടും കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കണ്ടീഷൻസ്, ഈ ഒരു കീമോതെറാപ്പി പോലുള്ള കണ്ടീഷൻ, അങ്ങനെയുള്ള സീരിയസ് കണ്ടീഷൻസിൽ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം നാച്ചുറലി മുടി വളരുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ലോങ്ങർ പീരീഡ് എടുക്കും. അപ്പം എന്താണ് ഹെയർ ഫോൾ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യാം. അപ്പം ഹെയർ ഫോളിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി എങ്ങനെ ഹെയർ ഫോൾ ട്രീറ്റ് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ മെഡിസിൻസ് എടുക്കാം, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.